കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇനിയും ഞാൻ അവളെ ശ്രീലക്ഷ്മിയാണെന്ന് വിശ്വസിച്ച് സ്നേഹിച്ചാൽ അവളായിട്ട് പോകണം എന്നൊരു തീരുമാനം ഓർക്കാപ്പുറത്തെടുക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞൊന്നും വരില്ല. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും അവളിപ്പോ തിരിച്ചു പോകുന്നത് തന്നെയാണ് നല്ലത്. അല്ല സർ. സാൻഡ്ര പ്ലീസ്, ഈ ഒരു വിഷയത്തിൽ ഇനിയൊരു ചർച്ചയുടെ ആവശ്യമില്ല. അത് മനസ്സിലായെങ്കിൽ രണ്ടുപേർക്കും പോവാം. വണ്ടിയുടെ കീ മാഡം. മാഡം, എല്ലാം ഓക്കെ. പണവും എത്തിച്ചു. സാറിന്റെ കാറിന്ന് വളയും തിരികെ കെട്ടി. സത്യം പറഞ്ഞ ഇപ്പോഴും സമാധാനായത്. ഇത്രയും നേരം തീയിൽ ചവിട്ടിയതുപോലായിരുന്നു. മാഡത്തിന് എന്താ പറ്റി? എന്താ മുഖം വല്ലാതിരിക്കുന്നേ? മാഡം, ഒരു പ്രശ്നമുണ്ട്. പ്രശ്നോ? എന്ത് പ്രശ്നം? മാഡം, നാളെ മാഡത്തിനെ നീലഹസ്തിയിലേക്ക് തിരികെ പറഞ്ഞുവിടാനാ രവി സാർ തീരുമാനിച്ചിരിക്കുന്നത്. കാര്യവും കാരണമൊന്നും സാർ പറഞ്ഞില്ല. ഇനി ഒരിക്കലും മാഡം തിരികെ വരില്ല എന്ന് മാത്രം പറഞ്ഞു. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. വിശ്വസിച്ചേ പറ്റൂ മാഡം. ഈ കാര്യം രവി സാറ് തീരുമാനിച്ചു കഴിഞ്ഞത്. ഈ നിൽക്കുന്നത് ശ്രീലക്ഷ്മിയാണെന്ന് മനസ്സിലുറപ്പിച്ച ആള് തന്നെ തന്റെ ശ്രീലക്ഷ്മി അല്ല ഇതെന്ന് പറയുമ്പോ സത്യം അറിയാവുന്ന ഞാനും സാന്ദ്ര മേഡവും എന്തു പറയാനാ? ശ്രീലക്ഷ്മി മാഡം, എന്നെ പോലെ തന്നെ രാജാറാം സാറിനും സത്യങ്ങൾ അറിയാമായിരുന്നു. അത് ഞാനോ മാഡോ പറഞ്ഞറിഞ്ഞതല്ല, അത് ഈശ്വരനായിട്ട് തന്നെ അറിയിച്ചതാ. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ആദ്യം ഇപ്പോ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണുകയേ വേണ്ടത്. എങ്കിലും സാർ ഇങ്ങനെയൊന്ന് തീരുമാനിക്കാൻ മാത്രം ഇത്ര പെട്ടെന്ന് എന്തുണ്ടായെന്നാ എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവാത്തത്. അതിലിത്രയും ആലോചിക്കാൻ ഒന്നുമില്ല മാഡം. കൺമണിയായി അഭിനയിച്ചിരുന്ന മാഡത്തെ കണ്ട മാത്രയിൽ തന്നെ ശ്രീലക്ഷ്മിയായി മനസ്സിനകത്ത് കയറ്റിയാൽ അത്രയും സമയം പോലും എടുക്കാതെ തന്നെ മനസ്സിൽ നിന്ന് ഇറക്കി വിടുന്നു. ഞാൻ ആലോചിച്ചിട്ട് ഇനിയുള്ള ഏക വഴി രവിയോട് സത്യം തുറന്നു പറയാം എന്നുള്ളതാ. മാഡം എന്തിനാ കൺമണിയുടെ വേഷം അണിഞ്ഞതെന്നും അതിന്റെ പിന്നിലെ ഇന്റൻഷൻ എന്താണെന്നും രവി സാറിനോട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മാഡത്തോടു കൂടി ചോദിച്ചിട്ട് തീരുമാനിക്കാമെന്ന് കരുതിയ നേരത്തെ ഞാൻ രവി സാറിനോട് പറയാതിരുന്നത്. മാഡം തന്നെ പറയും, അതല്ലേ ഈ അവസരത്തിൽ നല്ലത്? അങ്ങനല്ല രാജാറാം സർ. രവി സാർ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എന്താ കാരണമെന്ന് എനിക്കറിയില്ല. പക്ഷെ
ഈ അവസ്ഥയില് സാറിനോട് സത്യം തുറന്നു പറഞ്ഞ ഇത്രയും നാളും ഞാൻ ചെയ്തതെല്ലാം വെറുതെ ആയി പോവും. അതെ, എന്റെ അഭിപ്രായം അത് തന്നെയാ. സാർ എന്തിനാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് ആദ്യം അറിയണം. എന്നിട്ട് ആ പ്രശ്നത്തെ പരിഹരിക്കണം. ചിലപ്പോ പെട്ടെന്നെടുത്തൊരു തീരുമാനമാണെങ്കിൽ ആ തീരുമാനം മാറാൻ സാധ്യതയുണ്ടെങ്കിലോ. സോ കുറച്ചു നേരം കൂടി നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. വേറെ ഒരു വഴിയില്ലെങ്കിൽ മാത്രം രാജറാം സാർ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. രാഘസുധ, എന്തായി സാറേ, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സാധ്യമാക്കിയില്ലേ? നല്ലൊരു വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടാ. പുറത്തിറക്കാനുള്ള കാര്യം അയാള് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ ഒറ്റമുറി കഴിയുന്ന ഓരോ നിമിഷവും മരണത്തിനും ഭ്രാന്തിനും ഇടയ്ക്കുള്ള നൂൽപ്പാലത്തിൽ കൂടിയാ ഞാൻ കടന്നു പോകുന്നത്. ഇവിടെ നിന്നൊരു മോചനം, അതും എത്രയും പെട്ടെന്ന്. പുറത്തോട്ട് ഇറങ്ങിയാലും ഞാൻ അതേപോലെ തിരിച്ചിങ്ങോട്ട് തന്നെ വരും. അതിതുപോലുള്ള തുക്കട കേസിനായിരിക്കില്ല. കഴിവരും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന മനഃപൂർവമായ കൊലപാതക കുറ്റം ഏറ്റു പറഞ്ഞുകൊണ്ട്. അതിന് എനിക്ക് സാറിന്റെ സഹായങ്ങൾ പലപ്പോഴായിട്ട് വേണ്ടിവരും. രാഘസുധ പറഞ്ഞാ മതി, എന്തിനും ഞാൻ റെഡിയാണ്. ഇപ്പോഴത്തെ ഈ ഒരു വിലക്കയറ്റമൊക്കെ വെച്ച് നോക്കുമ്പോ ചുട്ടപ്പം പോലെ കിട്ടുന്ന ശമ്പളത്തിൽ മാത്രം ഒതുങ്ങില്ല ചിലവ്. അതുകൊണ്ടാ ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കുന്നതേ. പണം, പക, ഈ രണ്ട് വാക്കുകളും രാഘസുധയ്ക്ക് ഒരുപോലെയാ. അടുത്തൊരു സ്റ്റെപ്പ് എങ്ങോട്ട് വയ്ക്കണമെന്ന സംശയം മാത്രമേ ഇപ്പൊ എന്റെ മനസ്സിലുള്ളൂ. തീരുമാനിച്ചുറപ്പിക്കാൻ ഒരു സമയം, അത് മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ. ഞാനൊരു ബുദ്ധി പറയാം. ആ രവിവർമ്മന്റെ ഭാര്യയെ ഒന്നുകൂടി വിളിച്ചു വരുത്താം. എന്നിട്ട് രാഘസുധ പറയാ അയാളെ അങ്ങ് തീർക്കാൻ. എന്തിനാ വെറുതെ രാഘസുധയുടെ കയ്യില് രക്തക്കറപ്പുരളുന്നത്? കരീം സാറേ, അടുത്തൊരു സ്റ്റെപ്പ് എങ്ങോട്ട് വയ്ക്കണമെന്നൊരു സംശയം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ എടുക്കേണ്ട തീരുമാനത്തിന് കരീം സാറിന്റെ അഭിപ്രായം എനിക്ക് ആവശ്യമില്ല. ഈ ജയില് ഭരിക്കുന്ന ഉന്നത പദവി വെച്ച് ഇതിനകത്ത് എന്ത് നടത്തിത്തരാനുള്ള സാറിന്റെ പ്രിവിലേജ്, അത് മാത്രം മതി രാഘസുധയ്ക്ക്. അത് മാത്രമേ ഞാൻ വിലയ്ക്ക് വാങ്ങിയിട്ടുള്ളൂ. ബുദ്ധി അത് വിലയ്ക്ക് വേണ്ട. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചു പറഞ്ഞതല്ല. അവരെ വിളിച്ചു വരുത്തി അടുത്ത സ്റ്റെപ്പിലേക്ക് എന്താണൊരു തീരുമാനമെടുക്കണമെന്നേ ഉദ്ദേശിച്ചുള്ളൂ. എന്നേക്കാൾ വലിയ താല്പര്യമാണല്ലോ ഇപ്പൊ കരീം സാറിന്. എന്താ, കൂടുതൽ പണത്തിന് വേറെ ആരെങ്കിലുമായി സന്ധി ചെയ്തിട്ടുണ്ടോ സാറ്? ഏയ് രാഘസുധ, എന്താ ഈ പറയുന്നത്? അങ്ങനൊന്നുമില്ല. ഇനി അങ്ങനെ വല്ലതും തോന്നിയാല് സാർ ഒരു കാര്യം മാത്രം ഓർത്താ മതി. കൊലപാതകം 3 ആയാലും 4 ആയാലും ശിക്ഷ ഒന്ന് തന്നെയാ. ഞാൻ മാത്രമേ ഇട്ടാവിട്ട മുറിയിലുള്ളൂ. രാഘസുധയുടെ സാമ്രാജ്യം ഈ ജയിലിന്റെ ചുറ്റുമതിലിനേക്കാൾ കൂടുതലാ. എനിക്ക് ഈ ലോകത്തൊട്ടും പേടിയില്ലാത്തത് നിയമത്തിനെയാ. ഞാൻ എന്നും വില കൽപ്പിക്കുന്നത് നിയമസംഹിതയ്ക്ക് മുന്നിലുള്ള യുദ്ധങ്ങളെയാ.
ചോരയ്ക്ക് ചോര, മണ്ണിന് മണ്ണ്. അതുകൊണ്ട് തന്നെ 30 വെള്ളിക്കാശിന് രാഗസുതയെ ക്രൂശിച്ച് സ്വർഗാരോഹണം നടത്താമെന്ന് ആലോചിക്കുന്നവരുടെ മുന്നിൽ കരീം സാറിന് തല വണങ്ങണമെന്ന് തോന്നിയാൽ ഏയ് അങ്ങനെയൊന്നും ഒരിക്കലുമില്ല. ഞാൻ എന്ത് കാര്യത്തിനും രാഗസുതയുടെ കൂടെ തന്നെ നിൽക്കും. അതിനൊരു സംശയം വേണ്ട. ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ സാറേ. സംസാരിച്ചാൽ കള്ളം പറയുകയും വാഗ്ദാനം ചെയ്തിട്ട് ലംഘിക്കുകയും വിശ്വസിച്ചാൽ ചതിക്കുകയും ചെയ്യുന്ന 3 കാര്യങ്ങൾ ഉള്ളിലുള്ളവൻ ചതിക്കുന്നവനാണെന്ന് നിശ്ചയം. ഇത് കരീം സാറിന്റെ തന്നെ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളതാ. ഞാനത് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവൃത്തിയും വിശ്വാസവും നെറ്റിയിലെ നിസ്കാര തഴമ്പ് പോലെ സത്യമുള്ളതായിരുന്നാൽ മാത്രം മതി. സാറിപ്പോ പൊയ്ക്കോ. ഞാനൊരു തീരുമാനത്തിലെത്തിയിട്ട് വിളിക്കാം. ആ ശരി. എന്റെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന കരീം സാറിന്റെ പുറകില് എന്നെ തകർക്കാനുള്ള ആരോ ഉണ്ട്. സംസാരിക്കുന്ന നാവ് മാത്രമേ ഇപ്പൊ കരീം സാറിനുള്ളൂ. ചിന്തിക്കുന്ന തലച്ചോറ് അത് വേറെ ആരുടെയോ ആണ്. നാളെ മാഡത്തിനെ നീലഹസ്തിയിലേക്ക് തിരികെ പറഞ്ഞുവിടാനാ രവി സാർ തീരുമാനിച്ചിരിക്കുന്നത്. ചേട്ടതി കുറച്ച് കറി വരും. അയ്യോ ഏട്ടതി, ഞാൻ ചപ്പാത്തിയല്ല കറിയാ ചോദിച്ചേ. അയ്യോ സോറി രഘു. ആ മതി മതി. എന്താ മോളെ, നിനക്ക് എന്തു പറ്റി? ഓഫീസിൽ നിന്ന് വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുക, നീ വേറെ ഏതോ ലോകത്താണല്ലോ. ഒന്നുമില്ല അമ്മേ. നീയും കൂടി വന്നിട്ട് ഒരു കാര്യം പറയാനിരിക്കുകയായിരുന്നു ഞാൻ. ഈ വരുന്ന വെള്ളിയാഴ്ച മുതൽ രേഖയും ശ്രീലക്ഷ്മിയും അതിരാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോണം. ഏഴ് വെള്ളിയാഴ്ച മുടങ്ങാതെ പോണം. സന്താന ലബ്ധിക്ക് പൂജകൾ ചെയ്യുകയും വേണം. അനിയത്തിക്കുട്ടി പോയാൽ മതി അമ്മേ. അതെന്താ? രേഖ പോയാൽ രഘുവിനും രേഖയ്ക്കും വലിയ ഗുണം ഉണ്ടാകൂ. നിനക്കൊരു കുഞ്ഞുണ്ടാകാൻ ശ്രീലക്ഷ്മി നാളെ മുതൽ വിട്ടുണ്ടാവില്ല. ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞ ശ്രീലക്ഷ്മി എവിടെ പോകുന്നു? ശ്രീലക്ഷ്മി എന്നും രാജനന്ദിനി സിൽസിന്റെ ഹെഡായിട്ട് മാത്രം ഇരുന്നാൽ പോരല്ലോ. സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് ഒക്കെ ചെയ്യണ്ടേ? എന്റെ തണലല്ലാതെ
എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ഹയർ സ്റ്റഡീസ് ആവശ്യമാണ്. പിന്നെ നല്ല ട്രെയിനിങ് കിട്ടിയാലേ ബിസിനസ്സൊക്കെ ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവും. ഇപ്പോഴുള്ള ബിസിനസ് ഒക്കെ പോരെ? ആവശ്യമില്ലാതെ അതിലും ഇതിലും ഒക്കെ ശ്രീലക്ഷ്മി പിടിച്ചിടേണ്ട വല്ല കാര്യമുണ്ടോ രവി? ഞാൻ പറഞ്ഞതാ, ശ്രീലക്ഷ്മിക്കാ നിർബന്ധം. പുതിയ പുതിയ ബിസിനസ്സൊക്കെ പഠിക്കണമെന്നും എന്നെ പോലെ പേരെടുക്കണമെന്നും. ഏട്ടത്തിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പോകുന്നത് തന്നെയാണമേ നല്ലത്. ഏട്ടത്തിയുടെ ലൈഫ് ഏട്ടത്തി എന്ന് ചൂസ് ചെയ്യട്ടെ. എന്താ രേഖ, അത് തന്നെയല്ലേ ശരി? ആരോട്, എന്തിനാ ജീവിച്ചിരിക്കുന്നതെന്ന് പോലും അറിയാത്തവരുടെ ഇടയിൽ കിടന്നിട്ട് ഏട്ടത്തിക്ക് അങ്ങനെ തോന്നിയത് തന്നെ മഹാഭാഗ്യം. എല്ലാവരും അങ്ങനെ തീരുമാനിക്കുന്നെങ്കിൽ ഞാനായിട്ട് എതിര് നിൽക്കുന്നില്ല. അല്ല മോളെ, നീ എവിടേക്കാ പഠിക്കാൻ അയക്കുന്നത്? ബാംഗ്ലൂർ. ഓ, മറ്റന്നാൾ മുതൽ അവിടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യും. നാളെ ഉച്ച കഴിഞ്ഞ് പുറപ്പെടണം. നാളെ എന്നൊക്കെ പറയുമ്പോ കുറച്ച് നേരത്തെ ആയി പോയില്ലേ? എന്തായാലും മോളുടെ ആഗ്രഹമല്ലേ, അതാദ്യം നടക്കട്ടെ. നീ പോയിട്ട് വന്നിട്ട് വേണം. വരില്ല. ഈ അടുത്ത കാലത്തൊന്നും ശ്രീലക്ഷ്മിക്ക് തിരികെ വരാൻ പറ്റില്ല. കോഴ്സ് കഴിഞ്ഞ ട്രെയിനിങ്ങിന് അവിടുന്ന് വിദേശത്തേക്ക് പോകും. അതെല്ലാം കഴിഞ്ഞ് മടങ്ങി വരൂ. ആട്ടിയ മാവ് കിട്ടിയില്ല സരോജം, പകരം പുട്ടിനുള്ള മാവ് വാങ്ങിച്ചു. എന്താ സരോജം, എന്തു പറ്റി? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ശ്രീടച്ച, അതെ, മോള് വിളിച്ചിരുന്നു. നാളെ മോള് ദൂരെ എവിടെ പോകുന്നു? ദൂരേക്ക് പോകുന്ന സ്ഥലത്തിന് പേരില്ലേ? അങ്ങ് ബാംഗ്ലൂർ എവിടെയാന്നാ പറഞ്ഞത്. പഠിക്കാനെന്നോ പ്രോജക്റ്റ് എന്നോ എന്തൊക്കെയോ അവള് പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. അവളും സാറ് പറഞ്ഞപ്പോഴാ ഈ യാത്രയുടെ കാര്യം അറിഞ്ഞെന്നാ പറഞ്ഞത്. സാറെന്തിനാ പെട്ടെന്ന് ഇങ്ങനെ ഒരു യാത്ര പ്ലാൻ ചെയ്തത്? അതാ ഞാനും ആലോചിക്കുന്നത്. മോള് വേറെന്ത് പറഞ്ഞു? യാത്ര അയക്കാനൊന്നും നമ്മള് രണ്ടുപേരും അങ്ങോട്ട് ചെല്ലണ്ടാന്ന്. അവക്കത് കൂടുതൽ വിഷമാവുമെന്നാ അവള് പറയുന്നത്. അവൾക്ക് നമ്മളെ കാണാൻ ആഗ്രഹമില്ലെങ്കിൽ നമ്മൾ കാണണ്ടെന്ന് കരുതണം. അവള് പോയിട്ട് വരട്ടെടി. എന്തായാലും രവി സാറ് പറഞ്ഞു വിടാൻ പോകുന്നത് നല്ല കാര്യത്തിനായിരിക്കും. വലിയ വലിയ ബിസിനസ് നടത്തുന്ന ആളല്ലേ രവി സാറ്. അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ മോളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ബാംഗ്ലൂര് പോലുള്ള വലിയ പട്ടണത്തിലേക്ക് അയക്കുന്നത്. അത് നല്ല കാര്യമല്ലേ? പിന്നെ നീ എന്തിനാ വിഷമിച്ചിരിക്കുന്നത്? നിന്റെ ഇരിപ്പ് കണ്ടാൽ തോന്നും അവൾ ഒരിക്കലും ഇനി തിരിച്ചു വരില്ല എന്ന്. നീ ഇതൊക്കെ ഒന്ന് അകത്തേക്ക് എടുത്തു വെച്ചേ. ഞാനൊന്ന് മെയിൽ കഴിയിട്ട് വരാം.
എന്റെ കരിക്കൂത്തിയമ്മേ, മോള് തിരികെ വന്നതിന് ശേഷം ഒരു സമാധാനം ഇല്ലാതെയാ ഓരോ ദിവസം കഴിഞ്ഞു പോകുന്നത്. എന്താ ഏതാന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ചില സമയത്ത് എന്റെ മോള് ശ്രീലക്ഷ്മിയാണെന്ന് സംശയിക്കുന്ന രീതിയിലാ അവളുടെ സംസാരവും പ്രവൃത്തിയും. നീ തന്നെ നെല്ലും പതിരും തിരിച്ചു തരണം, അപേക്ഷയാണ്.